തിരുവനന്തപുരം നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഒരു മുൻ മേയർ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. നമ്മൾ കൊണ്ട് കെട്ടിപ്പടുത്ത സംവിധാനങ്ങളെല്ലാം ഇന്ന് തുരുമ്പെടുക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നഗരത്തിലെ തെരുവുകളിലൂടെ ഒന്ന് നടന്നു നോക്കുന്നു. മാലിന്യ കുമ്പാരങ്ങൾക്കിടയിലൂടെ വായ മൂടിക്കെട്ടി നടക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾ. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം പലയിടങ്ങളിലും താളം തെറ്റിയിരിക്കുക. മാലിന്യ സംസ്കരണം എന്നത് കേവലം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയോ റീൽ ഷൂട്ടോ ആയി മാറിയിരിക്കുക. അത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ ചെയ്യേണ്ട ഒന്നാണ്. നിയമം അനുശാസിക്കുന്ന പ്രാഥമിക കടമകൾ പോലും നിറവേറ്റുവാൻ കഴിയാത്തവർ എന്തിനാണ് ഈ കസേരകൾ ഇരിക്കുന്നത് എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. തെരുവ് നായി ശല്യം കാരണം കഴിയാത്തവർക്കാർക്ക് പേടി കൂടാതെ സ്കൂളിൽ പോകാൻ കഴിയുന്നു. കഴിയാത്തവർക്കാർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും പേടി കൂടാതെ പോകാൻ കഴിയുന്നു. ഇതിന് പരിഹാരം കാണേണ്ടവർ ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രാത്രിയിൽ നഗരം ഇരുട്ടിലാണ്. വാട്ടർ അതോറിറ്റിയെ കുറ്റം പറഞ്ഞ് കുടിവെള്ള പ്രശ്നത്തിൽ നിന്ന് നഗരസഭയ്ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നു. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഈ രീതി അംഗീകരിക്കാനാണ്. ഭരണാധികാരികൾക്ക് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ ജനങ്ങൾ ഇനിയും ഓർക്കില്ല. അലംഭാവത്തിന്റെ പര്യായമായി നഗരഭരണം മാറിയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 അനുസരിച്ചാണ് നഗരസഭകൾ പ്രവർത്തിക്കുന്നത്. കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം നഗരസഭയ്ക്കുള്ള പ്രധാന ചുമതല ഇനി പറയുന്ന പ്രകാരം മാലിന്യ സംസ്കരണം സെക്ഷൻ 326, 340 നഗരത്തിലെ കരമാലിന്യങ്ങൾ ശേഖരിക്കുവാനും നീക്കം ചെയ്യാനും സംസ്കരിക്കുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ്. ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കലും പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കലും ഇതിൽപ്പെടും. അതാണ് സെക്ഷൻ 326, 340 പറയുന്നത്. അവരുടെ ഉത്തരവാദിത്തപ്പെട്ട മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യൽ സെക്ഷൻ 326 ചവറും കരാവസ്ഥയിലുള്ള വർഗീയ വസ്തുക്കളും മാലിന്യവും നീക്കം ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റി ഏർപ്പാട് ചെയ്യണമെന്ന് ഓരോ മുനിസിപ്പാലിറ്റിയെയും പതിവായി തെരുവുകൾ തൂത്തുവാരുന്നതിനും വൃത്തിയാക്കുന്നതിനും അവിടെ നിന്നും ചവർ നീക്കം ചെയ്യുന്നതിനും സ്വകാര്യ പരിസരങ്ങളിൽ നിന്ന് മാലിന്യങ്ങളും മൃഗശവങ്ങളും ദിവസേന നീക്കം ചെയ്യുന്നതിനും കരാവസ്ഥയിലുള്ള വർഗീയ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനും കുപ്പത്തൊട്ടിയിലും സ്വകാര്യ പരിസരങ്ങളിൽ നിന്ന് ചവർ ദിവസേന നീക്കം ചെയ്യുന്നതിനും മതിയായ ഏർപ്പാടുകൾ ചെയ്യേണ്ടതാണ്. ഇത്രയും നഗരസഭയുടെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യങ്ങളാണ്. സ്വകാര്യ പരിസരങ്ങളിൽ നിന്ന് പോലും മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. കുടിവെള്ള വിതരണം സെക്ഷൻ 315B ഇങ്ങനെ പറയുന്നു. ജലവിതരണവും അഴുക്കുചാലും സംബന്ധിച്ച പദ്ധതികൾ തയ്യാറാക്കുന്നതിനും നടപ്പാക്കുന്നതിനും മുനിസിപ്പാലിറ്റികൾക്കുള്ള അധികാരം 1986 കേരള ജലവിതരണവും അഴുക്കുചാലുകളും സംബന്ധിച്ച ആക്ടിലോ മറ്റേതെങ്കിലും നിയമത്തിലോ എന്തു തന്നെ അടങ്ങിയിരുന്നാലും ഒരു മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണ പദ്ധതിയോ അഴുക്കുചാൽ പദ്ധതിയോ തയ്യാറാക്കുന്നതിനും നടപ്പാക്കുന്നതിനും അതാത് മുനിസിപ്പാലിറ്റിക്ക് അധികാരവും അവകാശവും ഉണ്ടായിരിക്കുന്നതാണ്. തെരുവുകൾ സെക്ഷൻ 316 പൊതു തെരുവുകളിൽ വിളക്ക് വയ്ക്കുന്നതിനുള്ള ഏർപ്പാട് മുനിസിപ്പാലിറ്റി അതിന്റെ ഭൂപ്രദേശത്തുള്ള പൊതു തെരുവുകളിൽ വിളക്ക് വയ്ക്കേണ്ടതും അതിനാവശ്യമെന്ന് തോന്നുന്ന വിളക്കുകൾക്കും പണികൾക്കും ഏർപ്പാട് ചെയ്യേണ്ടതുമാണ്. തെരുവുനായ നിയന്ത്രണം സെക്ഷൻ 438 2023 കേന്ദ്ര മൃഗസംരക്ഷണ നിയമ ചട്ടങ്ങൾ പ്രകാരം വന്ധ്യംകരണം ABC പ്രോഗ്രാം പേവിഷബാധ പ്രതിരോധ എന്നിവ വഴി തെരുവുനായ ശല്യം നിയന്ത്രിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്.
സെക്ഷൻ 438 ഇങ്ങനെ പറയും: അലഞ്ഞു തിരിയുന്ന പന്നികളെയും പട്ടികളെയും നശിപ്പിക്കുന്നതിനുള്ള അധികാരം മുനിസിപ്പൽ പ്രദേശത്ത് ലൈസൻസ് ഇല്ലാതെ അലഞ്ഞു തിരിയുന്ന പന്നികളെയോ പട്ടികളെയോ പിടിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും സെക്രട്ടറിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതും അതിലേക്കായി തനിക്ക് യുക്തമെന്ന് തോന്നുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്താവുന്നതുമാണ്. തിരുവനന്തപുരം നഗരസഭയെ നയിക്കുന്നതിൽ BJP ഭരണസമിതി തീർത്തും പരാജയമാണ് എന്നതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് മേയർ വി രാജേഷിന്റെ ഈ വാക്കുകൾ. കുടിവെള്ള പ്രശ്നത്തിൽ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലെന്ന മേയറുടെ നിലപാട് പരിഹാസ്യമാണ്. കുടിവെള്ള പ്രശ്നം എന്തിനാണ് കോർപ്പറേഷനോട് ചോദിക്കുന്നത്? ബില്ലടയ്ക്കുന്നത് വാട്ടർ അതോറിറ്റിയിലല്ലേ എന്നാണ് നഗരസഭ മേയർ ചോദിക്കുന്നത്. ഇത്രയും നിരുത്തരവാദപരമായ ഒരു ചോദ്യം ഒരു മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നഗരവാസികളോടുള്ള വെല്ലുവിളിയാണ്. ഈ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് നഗരസഭയുടെ പ്രാഥമിക ധർമ്മമാണ്. വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് പദ്ധതികൾ ഏകോപിപ്പിക്കേണ്ടത് പകരം ജനങ്ങളെ കൈയൊഴിയുന്ന നിലപാടാണ് ഇവിടെ കാണുന്നത്. അധികാരത്തിലെത്തിയ 40 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ കൊണ്ട് തിരുവനന്തപുരം വികസന ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് വോട്ടർമാർക്ക് ഉറപ്പു നൽകിയാണ് BJP ജയിച്ചത്. ഇന്ന് ആ വാഗ്ദാനത്തെക്കുറിച്ച് മിണ്ടാൻ പോലും BJP നേതൃത്വം തയ്യാറില്ല. വോട്ട് നേടാൻ മോദിയുടെ പേരും വലിയ വികസന പദ്ധതികളും നിരത്തിയവർ അധികാരം കിട്ടിയപ്പോൾ സാധാരണക്കാരന്റെ കുടിവെള്ളത്തിന് പോലും ഗ്യാരണ്ടി നൽകുന്നില്ല. ശാശ്വത പരിഹാരത്തിന് 2 വർഷം വേണമെന്ന വാദം കേവലം കാലതാമസം നടത്തുവാനുള്ള തന്ത്രം മാത്രമാണ്. ഈ ഭരണസമിതി പരാജയമാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനവികാരം മാനിക്കാത്ത ഈ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും. കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളും ചട്ടങ്ങളും ഏറ്റവും ഒടുവിലത്തെ സംഗതിയാണ് ഞാൻ പറഞ്ഞത്. മുൻ DGPമാരുടെ പ്രവൃത്തികൾ: TP സെൻകുമാർ, R ശ്രീക എന്നീ 2 മുൻ DGPമാർ ഓടാപുല്ലെ പോലീസെ എന്ന് വിളിച്ചത് അവർ സർവീസിലിരിക്കുന്ന കാര്യത്തെ അടക്കമുള്ള മുൻകൂർ പ്രാബല്യത്തോടെയാണോ എന്ന് വ്യക്തമാക്കേണ്ടതാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ ഭീഷണിപ്പെടുത്തി ശാസ്ത്രമംഗലം കൗൺസിലർ വാട്സാപ്പ് സന്ദേശം അയക്കുകയും ഇതിന്റെ സ്ക്രീൻ ഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ചെയ്യാൻ എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്? രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചാൽ സേനയിൽ ഉണ്ടായിരുന്ന കാലത്തെ ഔദ്യോഗിക പദവികൾ പേരിനൊപ്പം ഉപയോഗിക്കുന്നത് ഒട്ടും ആശാസ്യമല്ല. തെരഞ്ഞെടുപ്പ് വേളയിൽ IPS പേരിനോടൊപ്പം ചേർക്കേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 2 ഉദ്യോഗസ്ഥരെടുത്ത പ്രധാന തീരുമാനങ്ങൾ സർവീസിലേക്ക് എടുത്ത പ്രധാന തീരുമാനങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത്. ഇന്നലെ വരെ പ്രോട്ടോകോൾ പ്രകാരം ബഹുമാനിച്ചിരുന്ന വ്യക്തികളെ ഇന്നിപ്പോൾ വായിൽ തോന്നിയത് എന്ത് വിളിച്ചു പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഇവരെ എത്തിച്ചത് BJP ആണ്. ഭാവിയിൽ BJP അനുഭവിക്കുക എന്ന് ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കുവാനുള്ളത്. ഇന്ന് ഇത് പത്രസമ്മേളനം വിളിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ്. ഈ മാലിന്യ കൂമ്പാരമാണ് തിരുവനന്തപുരം നഗരത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയത് ശിവൻകുട്ടി മേയറായിരുന്ന കാലഘട്ടത്തിലുള്ളതാണ് മേയറുടെ ഇവിടുത്തെ മേയറുടെ പ്രസ്താവന. അതാണ് ഇന്ന് പത്രം വിളിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത് ശരിയാകും. തിരുവനന്തപുരത്തെ ബഹുമാന്യനായ മേയർ ശ്രീ VV രാജേഷ് വെളുപ്പിശാല പദ്ധതിക്കകത്ത് തിരുവനന്തപുരത്തെ മാലിന്യ കൂമ്പാരമാക്കിയത് V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണെന്ന് പ്രസ്താവിച്ചത് കണ്ടു. വളപ്പിൽശാല മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ചരിത്രം ഞാൻ പറയാം. 1995 ഞാൻ തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റെടുക്കുന്നു. അന്ന് VV രാജേഷ് അടക്കമുള്ള യുവാക്കൾ ഏറ്റെടുത്ത മുദ്രാവാക്യമായിരുന്നു ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി. അന്ന് കൂട്ടുകാരൻ കോളേജിലെ സ്കൂളിലൊക്കെ പഠിക്കുകയാണ്. അതുകൊണ്ട് വന്നത് ഞാൻ മേയറായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയാണ്. അത് കൊണ്ടുവന്നത് ഞാൻ മേയറായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയാണ്. ആ ഭരണസമിതി ചുമതല ഏറ്റെടുക്കുമ്പോൾ 400 ടൺ മാലിന്യമായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കെട്ടിക്കിടന്നത്. വികേന്ദ്രീകരിച്ചോ ഈ മാലിന്യം നിക്ഷേപിക്കാനോ നീക്കം ചെയ്യാനോ നശിപ്പിക്കാനോ ആകാത്ത സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അന്ന് UDF ആയിരുന്നു കേരളം ഭരിച്ചത്. അക്കാലത്ത് വെളുപ്പിശാലയും
തിരുവനന്തപുരം നഗരസഭ 12.5 ഏക്കർ ഭൂമി കണ്ടെത്തി മാലിന്യ സംസ്കരണ പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ അക്വയർ ചെയ്തിട്ടുള്ള സ്ഥലമായിരുന്നു ഞാൻ മേയറായി വരുന്നത്. ഇതിനായി ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്ന പ്രോഗ്രാം 6 മാസത്തെ കാലത്തേക്ക് ഒരു പ്രോജക്റ്റ് നടപ്പാക്കി. ഉപയോഗിക്കുന്ന പഴയ പത്രപ്രവർത്തകർക്കൊക്കെ അറിയാം. ജനങ്ങളെ അണിനിരത്തുന്ന ഈ പദ്ധതിയിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വരെ അണിനിരന്ന് ഓടകൾ അടക്കമുള്ള വൃത്തിയാക്കി. ഈ ജനകീയ പദ്ധതിക്ക് പിന്നാലെ വിളപ്പിശാലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നേറി. നിയമാനുസരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഓപ്ഷൻ ഗ്രൂപ്പിന് ഫാക്ടറി തുടങ്ങാനുള്ള അനുമതി നൽകി. ജനങ്ങൾ ആശങ്ക ദൂരീകരിക്കുവാൻ ആന്ധ്രാപ്രദേശിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം സന്ദർശിച്ച് തൃപ്തി രേഖപ്പെടുത്തി. എല്ലാവരും കൊണ്ടുപോയി ആന്ധ്രയിൽ. അവിടുത്തെ പഞ്ചായത്തിന്റെ ഭാരവാഹികളെ കൊണ്ടുപോയി, അവിടുത്തെ MLA കൊണ്ടുപോയി, അവിടുത്തെ MP കൊണ്ടുപോയി, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ അവിടുത്തെ കൗൺസിലുള്ള എല്ലാ പാർട്ടിയും നേതാക്കന്മാരെ കൊണ്ടുപോയി എല്ലാവരും ട്രെയിൻ പിടിച്ച് ഒരു ബോഡി ബുക്ക് ചെയ്ത് എല്ലാവരെയും അതിനെ കൊണ്ടുപോയി അവിടുത്തെ ഇതേ സെയിം ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്ന പ്ലാന്റ് കാണിച്ചു. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മാതൃകയിലായിരുന്നു പദ്ധതി. ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞിട്ട് ഈ ഫാക്ടറി കോർപ്പറേഷൻ ഏൽപ്പിക്കും. കെട്ടിക്കിടക്കുന്ന 400 ടൺ മാലിന്യം വളമാക്കാനുള്ള പദ്ധതി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തെ ജൈവവളമാക്കാനായിരുന്നു പദ്ധതി. പിന്നീട് എൻ്റെ മേയർ കാലാവധിക്ക് ശേഷം പ്രൊഫസർ J. ചന്ദ്ര, ശ്രീ ജയൻ ബാബു, ശ്രീമതി ചന്ദ്ര എന്നിവർ നേതൃത്വം നൽകിയ നഗരസഭാ ഭരണസമിതി വിജയകരമായി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. 15 വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോയി. കേരളത്തിലെ ഒരു തദ്ദേശഭരണ സ്ഥാപനം ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശ്രീ ഉമ്മൻചാണ്ടി വിളപ്പശാല ഫാക്ടറി കൂട്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വിളപ്പശാല ഒന്ന് പ്രഖ്യാപിച്ചു. ഇതിനായി പ്രാദേശിക തലത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിന് BJP ശക്തമായി പിന്തുണ നൽകി. അതാണ് ഉൾപ്പെടുത്തുന്നതെന്ന് പറയുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ഫാക്ടറി തന്നെ പൂട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം തിരുവനന്തപുരത്ത് വന്ന ഇടതുപക്ഷ സമിതികൾ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുവാൻ വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരം നഗരസഭ അധികാരത്തിൽ വന്നതും സുഗമമായി നടന്നു വന്ന പദ്ധതികൾ താളം തെറ്റും. VV രാജേഷ് എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയാൽ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ തകിടം മറിച്ചത് ആരാണെന്ന് വ്യക്തമാണ്. ഞാൻ പറയുന്നത് ഞാനിതിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പൂക്കൾ മറുപടി ഇങ്ങോട്ട് തിരിച്ചു തരുന്നതിലേക്ക് പോകേണ്ട കാര്യം ഇത് ഞാൻ പറഞ്ഞെല്ലാം ശരിയാണ്. അതിൽ വസ്തുത ഉണ്ടെങ്കിൽ ആ വസ്തുതയിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ് വേണ്ടത്. ഇപ്പം തന്നെ അതീവ ഗൗരവമുള്ള വിഷയമാണ്. സംസ്ഥാനത്താകെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാമ്പിൻ്റെ ശല്യം വളരെ ഗുരുതരമായ പാമ്പിൻ്റെ ശല്യം. ഇന്ന് പത്രങ്ങളിലൊക്കെ അതൊക്കെ നോക്കിയാൽ അതിനെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ പത്രങ്ങളിലും നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ഭയങ്കര 2 പ്രശ്നങ്ങളുണ്ട്. ഈ സൂര്യാഘാതത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ 2 ജീവനെടുത്താണ് പാമ്പ് കടിയേറ്റ് 2 മനുഷ്യരുടെ പ്രശ്നം ഉണ്ട്. ഇത്രയും 100-101 കോർപ്പറേഷന്മാരുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാമ്പിന്റെ ശല്യം ഇത്രയും ഗൗരവമായിട്ട് വന്നപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതിയാണെങ്കിൽ അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും പ്രത്യേക ഒരു കൗൺസിൽ യോഗം ചേർന്ന് നമുക്കിതിൽ എന്താ കൂട്ടായി ആലോചിച്ചുകൊണ്ട് എന്താ ഇതിനൊരു പ്രതിരോധ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നത് ആലോചിക്കുന്നത്. ഈ നിമിഷം വരാൻ ശ്രമിച്ചത് ആലോചിച്ചു. മുൻകൂറായി ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഈ ഏതൊക്കെ പ്രദേശത്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പാമ്പിന്റെ ശല്യം ഉണ്ടാവാൻ വേണ്ട പ്രദേശം ഏതൊക്കെ പ്രദേശമാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട്. അതല്ലേ ഒരു ഭരണസമിതി മുൻകൂറായിട്ട് ഇത്രയും വാർത്തകൾ വന്നപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അതല്ലേ. അപ്പോൾ ആളുകൾ പാമ്പ് കടിയായിട്ട് മരിച്ച ശേഷം ഈ കരഞ്ഞുകൊണ്ട് റീത്തുകൊണ്ട് പോയിട്ട് വന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല. ഭരണപക്ഷത്തിന്റെ കുറ്റമോ പ്രതിപക്ഷത്തിന്റെ കുറ്റമോ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റമോ പത്രക്കാരുടെ കുറ്റമൊന്നുമല്ല. പ്രകൃതിയിലുണ്ടായിട്ടുള്ള ഈ മാറ്റത്തിനനുസരിച്ച് അത് അങ്ങനെയാണല്ലോ നമ്മൾ വിലയിരുത്തിയത്. അങ്ങനെയാണല്ലോ അത് ശരിയെന്ന് പറയുന്നത്. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. വളരെ അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ഞാൻ ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്ന് പറഞ്ഞേ നാരായണനുണ്ടോ ജില്ലാ കളക്ടറെ വിളിച്ച് പറഞ്ഞു. അവർ കൗണ്ടിങ്ങിന്റെ തിരക്കിലാണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കളക്ടറോട് യോഗം ജില്ലയൊട്ടാകെ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച ശേഷം അത്യാവശ്യം പിന്നെ ഈ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും വൃത്തിയാക്കാനും
പിന്നെ വേറെ ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പ്രതിരോധ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഒരു സർക്കുലർ താഴെക്കടയിൽ സകല ഉദ്യോഗസ്ഥന്മാർക്കും അടിയന്തരമായി ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് പറയാൻ വേണ്ടി ഞാൻ കളക്ടറിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവനാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പാമ്പിന്റെ ശല്യത്തിന് വേണ്ടിയുള്ള പ്രതിരോധ നടപടി എടുക്കുന്നതിന് വേണ്ടി തയ്യാറാവാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവൻ കൊണ്ട് കളിക്കുക. മനുഷ്യനെന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമുണ്ടെന്ന് നോക്കുകയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ. എന്റെ തർക്കമില്ല, ഞാൻ സൂചിപ്പിക്കുക. Finish it.